ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർ ഇന്ന് ഐവോ മുമ്പാകെ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഹാജരായിട്ടില്ല. അവർ ഹാജരാവാനുണ്ട്. രണ്ടാമത്തത് 3 പേരെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കോടതിയിൽ ഹാജരാക്കി അവർക്ക് ഇൻ്റർവ്യൂ മെയിൽ കൊടുത്തിട്ട് നാളെ അതിൻ്റെ ഹിയറിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ കോടതിയിൽ നമ്മൾ ആവശ്യമുള്ളത് പ്രസൻറ്റ് ചെയ്യാം. അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം ഉണ്ടാവും. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ ഈ സംഘാടകരുടെ? അതാണ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം നമ്മൾ ഈ സെക്കൻഡ് കേസ് എടുത്തിട്ടുണ്ട്. ഒരു 406, 420 സെക്ഷൻസിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് വെച്ചിട്ട് ആ കേസിലേക്ക് വേണ്ടി നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് നമ്മൾക്ക് ഇപ്പോൾ PWD ഓഫീസേഴ്സിൽ നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയത് സ്റ്റേജ് അത്ര സയൻറ്റിഫിക് ആയിട്ടുള്ള പദ്ധതിയിൽ അല്ല നിർമ്മിച്ചത് എന്ന വിഷയങ്ങളാണ്. ബാക്കി അന്വേഷണം നമ്മൾ തുടരുന്നുണ്ട്. ഇപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നടപടികളിലേക്ക് പോയി അതിൻ്റെ നടപടികളിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് സ്ഥിതി എന്താണ് ബാങ്കിന് നമുക്ക് തിരിച്ച് വിവരങ്ങൾ കിട്ടും. ഇവർ തന്നെ 3,56,00,000 രൂപ പിരിച്ചതായി അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റു രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് അല്ല, നമ്മളിത് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചീറ്റിംഗ് ആണോ അല്ലോ എന്നത് പറയാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി അന്വേഷിക്കാൻ ആവശ്യമുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. എന്തെല്ലാം പൈസ എടുത്തിട്ടുണ്ട്, ആരൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്, നമ്മൾ കുറേ സാക്ഷികൾ കണ്ട് ചോദിക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, അവിടെ പരിശോധന നടന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. അവിടെ നമുക്ക് ഈ എല്ലാ വകുപ്പുകളിൽ നിന്ന് വെരിഫിക്കേഷൻ നടത്തിയിട്ട് അവരുടേതായിട്ടുള്ള പെർമിഷൻസ് ഇവർ എടുത്തിട്ടുണ്ടോ അല്ലോ എന്ന വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുകയാണ്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ അതാത് സമയത്താവും. അവിടെ ഈ സുരക്ഷാ പരിശോധന ഈ GCDA നടത്തേണ്ടതാണ് എന്ന കോൺട്രാക്റ്റിൽ പറയുന്നുണ്ട്. അത് നടന്നിട്ടുണ്ടോ? നമ്മളതിനെ പരിശോധിക്കാനുണ്ട്. GCDA അവർ കൊടുത്ത ഒരു ദിവസത്തിൻ്റെ ഇതിനെ ഏൽപ്പിച്ച ഇതിനകത്ത് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് എത്രത്തോളം പാലിച്ചു എന്ന വിവരങ്ങളെല്ലാം പല ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് റിവ്യൂ ചെയ്യാനുണ്ട്. ഇപ്പോൾ സുരക്ഷാ വീഴ്ച പരിശോധിക്കുമെന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ.